അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ച പകലിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഇന്നത്തെ മഗ്‌രിബോട് കൂടി റബീഉൽ അവ്വൽ 3 നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ദിക്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ദിക്റ് മുത്ത് റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ മുത്ത് റസൂൽ എപ്പോഴും ചൊല്ലിയിരുന്നതുമായിട്ടുള്ള ഒരു ദിക്റ് കൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുത്ത് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിൽ ആരെങ്കിലും ഈ ഒരു ദിക്റിനെ 3 വട്ടം ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് വുളൂഓട് കൂടി ചെയ്ത് കൊണ്ട് ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അവൻ്റെ ലക്ഷ്യം അവൻക്ക് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കും എന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും, പല ആവശ്യങ്ങളും പല ഉദ്ദേശങ്ങളും നമുക്ക് നേടിയെടുക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിന് തന്നെ ഓരോ ലക്ഷ്യമുണ്ട്. ഇഹലോകത്തും പരലോകത്തും വിജയിക്കുവാനുള്ള ഓരോ ലക്ഷ്യവും നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്തേക്കും പരലോകത്തേക്കും പ്രതിഫലം കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭൗതികപരമായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. പല ആഗ്രഹങ്ങളായിരിക്കും പല ആളുകൾക്കും. എല്ലാ ആളുകളുടെയും ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെ ആവണം എന്നില്ല. എല്ലാ ആളുകൾക്കും പല രീതിയിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും നേടിയെടുക്കാനുള്ളത്. അപ്പോൾ ഏത് ലക്ഷ്യമായാലും ആ ലക്ഷ്യം നേടിക്കിട്ടണം എന്ന നിയ്യത്തോടു കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ഒരു ദിക്റിനെ ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് 3 വട്ടം നിങ്ങൾ ചൊല്ലുക. വെറും 3 വട്ടം ചൊല്ലാൻ വെറും മിനിറ്റുകൾ മതി. ഈ മിനിറ്റുകൾ ചിലവാക്കിക്കൊണ്ട് നിങ്ങൾ 3 വട്ടം ഇത് ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുന്നതാണ്. കടമുള്ള ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. വീടില്ലാത്ത ആളുകളുണ്ട്, മക്കളില്ലാത്ത ആളുകളുണ്ട്, വരുമാനത്തിൽ യാതൊരു വർധനവുമില്ലാത്ത ആളുകളുണ്ട്. അതുപോലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. വിവാഹം ശരിയാവാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കിടയിൽ തന്നെ ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകുന്നതിനും നമ്മുടെ ലക്ഷ്യങ്ങൾ അതിൻ്റെ 100% പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇന്ന് ചൊല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ഒരു ദിക്റിനെ 3 വട്ടം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. 3 വട്ടം നിങ്ങൾ ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് വുളൂഓട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം വെള്ളിയാഴ്ച പകലിൽ ഉണ്ട് എന്ന് മുത്ത് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ദുആ ഇന്ന് തന്നെ ഇന്നത്തെ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ ഇത് ചൊല്ലുക ഇൻഷാ അള്ളാ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് വെള്ളിയാഴ്ച ദിവസം അല്ല, വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച രാവിലുമൊക്കെ ആയിട്ട് ഈ ഒരു ദുആ 3 വട്ടം ചൊല്ലാവുന്നതാണ്. 3 വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യം അല്ലാഹു തആല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് മുത്ത് റസൂൽ നമുക്ക് ഈ ഒരു ദിക്റിനെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സഫലീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി മുത്ത് റസൂൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.
നല്ല ഉദ്ദേശത്തോടു കൂടി ഇത് നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലീകരിച്ച് തരുകയും ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടു കൂടി അസ്സലാമു അലൈക്കും.